അധികാരത്തിൻ്റെ ചെങ്കോലേന്തിയ ഒരു രാജാവിനെയാണ് ലോകം കാത്തിരുന്നത്. പക്ഷേ അവൻ ജനിച്ചത് ഒരു കൊട്ടാരത്തിൽ ആയിരുന്നില്ല. സിംഹാസനത്തിൻ്റെ പ്രൗഢിയോ രാജകീയ അകമ്പടിയോ ആ പിറവിക്ക് ഉണ്ടായിരുന്നില്ല. പകരം ബെത്ലഹേമിലെ പുൽക്കൂടിൻ്റെ തണുപ്പിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹവിപ്ലവം പിറന്നു. അധികാരം സ്ഥാപിക്കാനോ ഭരിക്കാനോ ആയിരുന്നില്ല. സ്വർഗത്തിൽ നിന്നും ദാസനായി വന്ന് മനുഷ്യന്റെ കണ്ണീരൊപ്പാനും സ്നേഹം കൊണ്ട് നമ്മെ സ്വതന്ത്രരാക്കാനും വേണ്ടിയായിരുന്നു ആ പിറവി. ദൈവതുല്യമായ ആ എളിമയുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. ഏവർക്കും ബെത്ലഹേം യൂണിറ്റിൻ്റെ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കൂട് തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനാൽ പുൽക്കൂട്ടിൽ മരുവും മസിഹാനാഥനെ കണ്ടു.
മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. മഞ്ചരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാർ